യുക്രൈൻ റഷ്യ യുദ്ധം കനക്കുന്ന പശ്ചാത്തലത്തിൽ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ രാജ്യങ്ങൾ. ആണവ യുദ്ധത്തിന്റെ സാധ്യതകൾ ഏറെയാണെന്നും മൂന്നാം ലോക മഹായുദ്ധം വളരെ അകലെയാകില്ല എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മരുന്നും ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ശേഖരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വാർത്തകളുടെ വിശദാംശങ്ങൾ. ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള രണ്ട് നേതാക്കന്മാരുടെ രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ് ലോകത്തെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ വലിയ ഉത്കണ്ഠയിലേക്ക് നയിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ അനുവാദം നൽകിയപ്പോൾ അതിനു മറുപടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയ്ക്ക് അണ്വായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറച്ചുകൊണ്ടുള്ള ഉത്തരവാണ് നൽകിയത്. ഇതിനിടെ റഷ്യയുടെ മണ്ണിലേക്ക് യുക്രൈൻ 6 ദീർഘദൂര മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഉക്രൈനെതിരെയുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പുടിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നു. ഇതിനിടെ സമീപഭാവിയിൽ ഒരു ന്യൂക്ലിയർ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് പൗരന്മാർക്ക് നൽകിയിരിക്കുകയാണ് വിവിധ നാറ്റോ സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങൾ. മൂന്നാം ലോക മഹായുദ്ധത്തിന് തയ്യാറെടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് പൗരന്മാരോട് ഗവൺമെന്റുകൾ നൽകിയിരിക്കുന്നത്. സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ പൗരന്മാരോട് വെള്ളം, ഭക്ഷണം, മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഒരാഴ്ചത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ ആവശ്യമായത് ശേഖരിച്ചു വയ്ക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ആണവ യുദ്ധത്തിലേക്ക് കടക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. അതിനിടെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ്: അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ പിതാവ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കോപ്പുകൂട്ടുന്നു എന്ന് ആരോപിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.